ടീം മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബേസിക്കലി നമുക്കറിയാം, കേരളത്തിന്റെ വെളിയിൽ നിന്ന് ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്തതിന് ശേഷം കേരളത്തിൽ ഒരു ജോലിയോ ഹയർ എഡ്യൂക്കേഷനോ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സർട്ടിഫിക്കറ്റുകളാണ് ഒന്ന് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ജെനുവിനസ് സർട്ടിഫിക്കറ്റ്, ഈ വക സർട്ടിഫിക്കറ്റുകളെല്ലാം ആവശ്യമായിട്ട് വരാറായിട്ടുണ്ട്. സോ ബേസിക്കലി ഇതുവരെ ഉണ്ടായിരുന്ന സിറ്റുവേഷനകത്ത് കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, പല കോഴ്സുകളും പാസ്സായി, പല എക്സാമുകളും പാസ്സായിട്ട് ജോലിക്ക് കയറാൻ പറ്റാതെ നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ടായിരുന്നു. സോ ബേസിക്കലി നമ്മൾ എന്താണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, എന്താണ് എലിജിബിലിറ്റി, എന്താണ് ജെനുവിനസ്, എന്താണ് മൈഗ്രേഷൻ, ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിരുന്നു. പലപ്പോഴും കുറേ സംശയങ്ങൾ വരാറായിട്ടുണ്ട്. ആ സംശയങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെയുള്ള ബുദ്ധിമുട്ടാണ് സംശയങ്ങളായിട്ട് മിക്കവാറും വരാറായിട്ടുണ്ടായിരുന്നത്. സോ പക്ഷേ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഏറ്റവും എളുപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ്. ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കുറേയും കൂടെ പ്രൊസീജിയേഴ്സ് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. അത് ബേസിക്കലി ബോത്ത് ഡിസ്റ്റൻസ് പ്രോഗ്രാമിനും അതുപോലെ തന്നെ റെഗുലർ പ്രോഗ്രാമുകൾക്കും അത് ആ ഒരു സിംപ്ലിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതെല്ലാമായി ബന്ധപ്പെട്ടുള്ള ഫുൾ അപ്ഡേറ്റ് ആണ് തരുന്നത്. സോ ബേസിക്കലി വീഡിയോയിലുള്ള കണ്ടന്റുകൾ മൊത്തമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സംശയങ്ങൾ ചോദിക്കുക. പലപ്പോഴും പല സംശയങ്ങളും വരുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യം തന്നെയായിരിക്കും സംശയമായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കി അതിനുശേഷം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സംശയം കറക്റ്റായിട്ട് കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോയെ പറ്റി അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എല്ലാവരിലേക്കും വെളിയിൽ കോഴ്സ് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. സോ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2025 നവംബർ മാസം 1-ാം തീയതി വന്നിരിക്കുന്ന പല അപ്ഡേറ്റുകളാണ്. അതിനകത്ത് ഒന്നാമത്തെ നമുക്ക് നോക്കാവുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് പുതിയൊരു അപ്ഡേറ്റഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഇക്വലൻസി ഓർ മൈഗ്രേഷൻ സെക്ഷൻ ലിസ്റ്റ് ഓഫ് റെക്കഗ്നൈസ്ഡ് ഓർ ഇക്വിവാലന്റ് റെഗുലർ പ്രോഗ്രാംസ് ഓഫ് ദി അതർ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റഡ് ആസ് ഓഫ് 01/11/2025. സോ അതിനകത്ത് നമുക്ക് താഴെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് കൂടാതെ തന്നെ ആരൊക്കെ കൂടെ വരുന്നുണ്ട്? ഇൻ അഡീഷൻ ടു ദ പ്രോഗ്രാംസ് ലിസ്റ്റഡ് ബിലോ, UG ഓർ PG റെഗുലർ പ്രോഗ്രാംസ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി UG അല്ലെങ്കിൽ PG പ്രോഗ്രാമുകൾ, IITകൾ, IIScകൾ, NITകൾ, ഐസറുകൾ വിത്ത് സെയിം നോമൻക്ലേച്ചർ, ഒരേ നോമൻക്ലേച്ചറും ഒരേ കോഴ്സ് ഡ്യൂറേഷനുമുള്ള താഴെ ലിസ്റ്റിൽ പറയാത്ത പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമുകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളുമായിട്ട് ഇക്വിവാലന്റ് ആയിരിക്കും, സബ്ജക്റ്റഡ് ടു എലിജിബിലിറ്റി കണ്ടീഷൻസ് സ്റ്റിപ്പുലേറ്റഡ് ബൈ ദ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളിലും അപ്ഡേറ്റ് വന്നിട്ട് ആ മാനദണ്ഡങ്ങൾ നമ്മൾ കാണുന്നതായിരിക്കും. ആ മാനദണ്ഡങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ കോഴ്സുകൾക്കും നമുക്ക് ഇക്വിവാലൻസി ലഭിക്കുന്നതാവും. Then also UG and PG regular programs of central, state and deemed private universities recognized by UGC, അതായത് UGC റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന സെൻട്രൽ, സ്റ്റേറ്റ്, ഡീംഡ് അല്ലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ഇക്വിവാലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാവും. ഇനി ഫോറിൻ യൂണിവേഴ്സിറ്റി എന്നുള്ള കോഴ്സുകളാണെങ്കിൽ അത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിരിക്കും. AIU എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന കോഴ്സ് ആയിരിക്കണം. ഇക്വിവാലൻസി ഓഫ് ദ BEd പ്രോഗ്രാം വിൽ ബി സബ്ജക്റ്റഡ് ടു ദ എലിജിബിലിറ്റി കണ്ടീഷൻ സ്റ്റിപ്പുലേറ്റഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഫോർ ദ BEd അഡ്മിഷൻ. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BEd അഡ്മിഷനുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് വേറൊരു സ്ഥലത്ത് BEd അഡ്മിഷൻ എടുത്തവർക്ക് മാത്രമേ ഇക്വിവാലൻസി കിട്ടത്തുള്ളൂ. സോ അപ്ഡേറ്റ് വന്നിരിക്കുന്ന ഒന്ന് അളഗപ്പ യൂണിവേഴ്സിറ്റി ഒരു കോഴ്സിന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത് ഇവിടെ അണ്ണാ യൂണിവേഴ്സിറ്റി, ചെന്നൈ അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ദെൻ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് കോഴ്സുകൾക്ക് വന്നിട്ടുണ്ട്. ദെൻ നമ്മളിങ്ങനെ സ്കൂളിൽ കൂടുതൽ ചോദ്യം വരുന്ന ഭാരതിയാർ യൂണിവേഴ്സിറ്റി, ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ അവരുടെ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിൽ നിന്ന്, തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരിയേറെ ചോദ്യങ്ങൾ വരാം. തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ BEd പ്രോഗ്രാമുകൾ, ബയോളജി, സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് 1 ഇയർ കോഴ്സ്, പെഡഗോജി ഓഫ് ഹിസ്റ്ററി, സോ അങ്ങനെ അല്ലെങ്കിൽ റെഗുലർ BEd കോഴ്സ്, ഇതിനെല്ലാം നമുക്ക് അവിടെ നിന്ന് ഇക്വിവാലൻസി ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് അതിന് റെഗുലർ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഡിസ്റ്റൻസ് പ്രോഗ്രാം കൂടി താഴെ തന്നിരിക്കുന്ന ഇതര സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾക്ക് അംഗീകാരം, റെക്കഗ്നേഷൻ അല്ലെങ്കിൽ ഇക്വലൻസി നൽകുന്നതിന് അനുവദിക്കുന്നത് സംബന്ധിച്ച് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആ ഒരു പർട്ടിക്കുലർ കോഴ്സ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡെബ് അംഗീകാരം, അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ DEBന്റെ അംഗീകാരം ഉണ്ടായിരുന്നിരിക്കണം. സോ
പലർക്കും എന്താണ് ഡെബ് എന്ന് അറിയില്ലായിരിക്കും, ഡെബ് ഐ ഡി എന്തെന്നായിരിക്കും. അപ്പൊ ഡെബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം നമ്മൾ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്ത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കാം. സോ ഇവിടെ ലിസ്റ്റ് ഓഫ് റെക്കഗ്നൈസ്ഡ് ഓർ ഇക്വിവാലന്റ് കറസ്പോണ്ടൻസ് പ്രൈവറ്റ് ഡിസ്റ്റൻസ് ഓഫ് ക്യാമ്പസ് ഓർ ഓപ്പൺ ഓർ എക്സ്റ്റേണൽ കോഴ്സസ് ഓഫ് അതർ യൂണിവേഴ്സിറ്റി, ആ അപ്ഡേറ്റ് വന്നിരിക്കുന്ന പുതിയ കോളേജുകളുടെ പുതിയ യൂണിവേഴ്സിറ്റികളുടെ കോളേജുകളുടെ ലിസ്റ്റുകളെല്ലാമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറി നോക്കിയാൽ നിങ്ങളുടെ കോഴ്സുകൾ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി റെഗുലേഷനിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദെൻ ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു, ഇക്വിവാലൻസി ഫോർ റെഗുലർ യുജി PG പ്രോഗ്രാം. അതിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ദ റെഗുലർ പ്രോഗ്രാംസ് ഓഫ് ആൻ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ ബി ട്രീറ്റഡ് ആസ് ആൻ ഇക്വിവാലന്റ് ടു ദ പ്രോഗ്രാം ഓഫ് ദ യൂണിവേഴ്സിറ്റി ഇഫ് ദ ഫോളോയിങ്, താഴെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് മെറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇക്വലൻസി കിട്ടുന്നത്. എന്തൊക്കെയാണ് കണ്ടീഷൻ? ആദ്യം ഉണ്ടായിരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്, പ്രോഗ്രാം ഓഫ് സ്റ്റഡി ഈസ് ഡൺ ഇൻ എ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഓർ ഫോറിൻ യൂണിവേഴ്സിറ്റി ഓർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എവിടെയെങ്കിലുമാണ് പഠിച്ചിരുന്നത് എങ്കിൽ അതിനൊരു മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ദ പ്രോഗ്രാം ഓഫ് സ്റ്റഡി ഈസ് ഡൺ ഇൻ എ സ്റ്റേറ്റ്, സെൻട്രൽ ഓർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് IITs, Indian Institute of Science, National Institute of Technology, ICERS. Equivalency of the program, okay, ഇതിന് ഓൾറെഡി കിട്ടും. ഇക്വിവാലൻസി ഓഫ് ദി അതർ പ്രോഗ്രാംസ് ഓഫ് ദി അതർ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി, അതായത് ബാക്കിയുള്ള ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എന്നുള്ള ഇക്വിവാലൻസി കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ NIRF റാങ്കിങ് എന്ന് പറയുന്നത് ആദ്യത്തെ 200-ലായിരിക്കണം. അതുപോലെ എന്താണ് ഇവിടെ നാക്ക് സ്കോർ എന്ന് പറയുന്നത് 3.5 ഗ്രേഡിങ്ങിന് താഴെ ആവാനായിട്ട് പാടില്ല. ഏത് സമയത്ത്? ഈ പറയപ്പെടുന്ന കുട്ടി ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോഴ്സ് പഠിക്കുന്ന സമയത്ത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ആ സ്കോർ ഉണ്ടോ എന്ന് എന്ത് കൺസിഡർ ചെയ്യും? ആ പറയപ്പെടുന്ന റെസ്പെക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡീൻ ഓഫ് ഫാക്കൽറ്റിയുടെ റിമാർക്ക് ആയിരിക്കും അതിനകത്ത് ക്ലാരിഫിക്കേഷൻ ആയിട്ട് അവർ യൂസ് ചെയ്യുക. ദെൻ ബേസിക്കലി ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ആണെങ്കിൽ അത് റെക്കഗ്നേഷൻ കിട്ടണമെങ്കിൽ ആ ഒരു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വിവാലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. Next, the nomenclature of the program is same and the duration should be same or the longer. അതായത് നേരത്തെ ഉണ്ടായിരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് നോമൻക്ലേച്ചർ സെയിം ആയിരിക്കണം, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സെയിമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കണം. ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ്, ദ നോമൻക്ലേച്ചർ ഓഫ് ദ പ്രോഗ്രാം ഈസ് ദ സെയിം ആൻഡ് ദ ഡ്യൂറേഷൻ ഈസ് ദ സെയിം ഓർ ദ ലോങ്ങർ. ഹൗവെവർ, ഇഫ് ദർ ഈസ് എ സ്ലൈറ്റ് വേരിയേഷൻ ഇൻ ദ നോമൻക്ലേച്ചർ, റിമാർക്സ് ഓഫ് ദ ഡീൻ കൺസേൺഡ് മേ ബി സോട്ട് ടു ദ ഫീസിബിലിറ്റി ഓഫ് ഇഷ്യൂവൻസ് ഓഫ് ദി ഇക്വലൻസ്. പലർക്കും കിട്ടാതെ വന്നിട്ട് എന്താ പറയുക, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, BA ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ചെറിയ വേരിയേഷൻ, അല്ലെങ്കിൽ BA ലിറ്ററേച്ചർ ആൻഡ് ഇംഗ്ലീഷ്, അങ്ങനെ ചെറിയ വേരിയേഷൻ പോലും ഇക്വലൻസി കൊടുക്കുന്നില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അതായത് നോമൻക്ലേച്ചറിൽ ഒരു സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇക്വലൻസി കിട്ടാം. അതുപോലെ റിലാക്സേഷന്റെ ഡ്യൂറേഷൻ മേ ബി ഗ്രാൻഡഡ് ഫോർ ദ കാൻഡിഡേറ്റ്സ് ഓഫ് ഫോറിൻ യൂണിവേഴ്സിറ്റി. ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞവർക്ക് ഒരു റിലാക്സേഷൻ വന്നിട്ടുണ്ട്. അതായത് if there is 80% of the program credit is similar to it. അതായത് ആ യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാമിന്റെ ക്രെഡിറ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാമിന്റെ ക്രെഡിറ്റും തമ്മിൽ ഒരു 80% മാച്ച് വരുന്നുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾക്ക് ഇക്വിവാലൻസി ലഭിക്കുന്നത് ആണ്. Eligibility criteria for the of the program of the other academic institution are same or the higher. അതായത് അവിടെ നമ്മളിപ്പോൾ വേറെ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ചെയ്തു, ആ കോഴ്സ് ചെയ്യാനായിട്ട് അവിടുത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇന്നതായിരുന്നു. അതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതേ സെയിം കോഴ്സ് ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് സെയിമും ഹയറുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ആ ക്ലോസ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ആ ക്ലോസ് ഡിലീറ്റ് ചെയ്ത് വളരെ ഉപകാരമാണ്. കാരണം ചില യൂണിവേഴ്സിറ്റികളിൽ ഒരു കോഴ്സ് ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് 1, 2, 3 കാണും. കാലിക്കറ്റിൽ തന്നെ 4 ക്ലോസ് ഉണ്ട്. അപ്പോൾ ഈ 4 ക്ലോസ് ഇപ്പുറത്തില്ലാത്തതുകൊണ്ട് എലിജിബിലിറ്റി കിട്ടാത്ത ഒത്തിരി ആളുകളുണ്ടായിരുന്നു, ഈ ഇക്വലൻസി കിട്ടാത്ത ഒത്തിരി ആളുകളുണ്ടായിരുന്നു. സോ ബേസിക്കലി ആ ഒരു ക്രൈറ്റീരിയ മാറ്റി, അതായത് നിങ്ങൾ മറ്റേ യൂണിവേഴ്സിറ്റി കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോഴ്സ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന ആ യൂണിവേഴ്സിറ്റിയിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് തന്നെ ആകണമെന്നില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, മിനിമം റിക്വയർമെന്റ് ഫോർ പാസ് ഇൻ ദ പ്രോഗ്രാം ഓഫ് ദ സ്റ്റഡി ഓഫ് ദി അതർ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി are equal or higher than those of the programs of this university. നേരത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കോഴ്സ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ പാസ്സാവാനുള്ള ഫോർ എക്സാമ്പിൾ പാസ്സാവാനുള്ള പെർസെൻറ്റേജ് 40 ആണെങ്കിൽ, 40 ആണെങ്കിൽ ഈ 40 എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പാസ് പെർസെൻറ്റേജിന് ഈക്വലോ അല്ലെങ്കിൽ കൂടുതലോ ആയിരിക്കണം. അതായത് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 50% പാസ് പെർസെൻറ്റേജ്, മിനിമം പാസ്സാവാനുള്ള എലിജിബിലിറ്റി പെർസെൻറ്റേജ് എങ്കിൽ ഈ യൂണിവേഴ്സിറ്റി 40 ആണെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് ഇക്വലൻസി നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു കണ്ടീഷനില്ല, ഓരോ യൂണിവേഴ്സിറ്റിയിലെയും മിനിമം പാസ് ആവാനുള്ള ക്രെഡിറ്റ് അല്ലെങ്കിൽ പാസ് ആവാനുള്ള പെർസെൻറ്റേജ് ആവശ്യം എന്ന് പറയുന്നത് എത്രയാണ് എങ്കിലും അത് ഒരിക്കലും അഫക്ട് ചെയ്യില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, then minimum requirement for a pass in the program other academic institution are less.
Yet, if the candidate meets the minimum requirement individually as per the university program's requirement, equivalency can be granted. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോഴ്സ് പാസ്സാവാനായിട്ട് ഒരു പേപ്പർ 40% വേണം, വേറെ യൂണിവേഴ്സിറ്റിയിൽ 30% മതിയായിരുന്നു, 30% മതിയായിരുന്നു. പക്ഷേ ഈ ഇക്വലൻസിക്ക് അപേക്ഷ അല്ലെങ്കിൽ ഇക്വലൻസിക്ക് അപേക്ഷ കൊടുക്കുന്നയാൾക്ക് എല്ലാ പേപ്പറിനും 40% മണ്ടയിലുണ്ടെങ്കിൽ, എല്ലാ പേപ്പറും 40% ഉണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എലിജിബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് കൊടുക്കാന്നുള്ളതായിരുന്നു റൂൾ. ഇപ്പൊ ബേസിക്കലി 2 യൂണിവേഴ്സിറ്റിയിലെ മിനിമം കണ്ടീഷൻസ് മോക്കണ്ട, ക്രോസ് മാച്ച് ചെയ്യേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റഡ് ആയി. സോ ബേസിക്കലി നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടുത്തെ മിനിമം പാസ്സാവാനുള്ള മാർക്ക് എത്രയാണോ വേണ്ടത് അത് നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ. Then UG program should be completed in a 10+2+3 pattern. PG program should be completed in a 10+2+3+2 pattern. Or 10+2+5 integrated program, or or a like a longer duration program. Basically condition ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് ഒരു 10 വർഷം, പിന്നെ പ്ലസ് ടു 2 വർഷം, ഡിഗ്രി 3 വർഷം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇക്വലൻസി ഉള്ളൂ. ബേസിക്കലി ഇത് ബുദ്ധിമുട്ടിയിരുന്നത് 10+2+4 കോഴ്സ് ചെയ്ത ആളുകൾക്ക് ഉണ്ടായിരുന്നു. അവർക്കൊന്നും കിട്ടത്തില്ലായിരുന്നു. പക്ഷെ ആ ഒരു ക്ലോസ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ റെക്കഗ്നീഷനുമായി ബന്ധപ്പെട്ട്, ഫോർ എക്സാമ്പിൾ ഈ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഈ ലിസ്റ്റിൽ വരുന്നില്ല, അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റെക്കഗ്നീഷന് വേണ്ടി അപേക്ഷ കൊടുക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് റെക്കഗ്നീഷൻ കൊടുക്കേണ്ടതെന്നുള്ള നമുക്ക് കാണാം. അതിന് മുമ്പ് ഈ കണ്ടീഷൻസ് ഒന്ന് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഉണ്ടായിരുന്ന കണ്ടീഷൻ, റെക്കഗ്നീഷൻ ഈസ് ഗ്രാൻഡഡ് ടു എ പ്രോഗ്രാം ഓഫ് സ്റ്റഡി ഓഫ് അനദർ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ. ഏതൊക്കെ ക്രൈറ്റീരിയ ഉണ്ടാവും? ഇപ്പൊ അപ്ഡേറ്റ് ആയിരിക്കുന്ന ക്രൈറ്റീരിയ നമുക്ക് വായിച്ചു നോക്കാം. ദ പ്രോഗ്രാം ഈസ് ഡൺ ഇൻ എ സ്റ്റേറ്റ്, സെൻട്രൽ ഓർ ഡീംഡ് university or a private university recognized by the UGC or foreign university recognized by Association of Indian University. അതായത് സ്റ്റേറ്റിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി UGC അംഗീകരിച്ചതോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സോ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള കോഴ്സോ ആണെങ്കിൽ നിങ്ങൾക്ക് റെക്കഗ്നേഷൻ അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഫോറിൻ യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് ആണ് എങ്കിൽ നിങ്ങൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. The duration of such a program is not shorter than the program in the similar level offered by the University of Calicut or any other universities in Kerala. അതായത് ഈ പർട്ടിക്കുലർ പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉള്ള ആ പ്രോഗ്രാമിന്റെ ഡ്യൂറേഷനോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുള്ള സെയിം പ്രോഗ്രാമിന്റെ ഡ്യൂറേഷനോ ആയിട്ട് സെയിം ആയിരിക്കും. കുറവാകാൻ പാടില്ല, കൂടുതലാവും, കുറവാകാൻ പാടില്ല. സോ ഇവിടെ വന്നിരിക്കുന്ന അപ്ഡേറ്റ്, ദ ഡ്യൂറേഷൻ ഓഫ് ദ സച്ച് എ പ്രോഗ്രാം ഈസ് ദ സെയിം, ഡ്യൂറേഷൻ സെയിം ആയിരിക്കണം. ബട്ട് റിലാക്സേഷൻ ഡ്യൂറേഷൻ മേ ബി ഗ്രാൻഡഡ് ഇഫ് 80% ഓഫ് ദി സിമിലർ പ്രോഗ്രാം ഇൻ ദ യൂണിവേഴ്സിറ്റി. അതായത് ഇപ്പം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ 4 വർഷമാണ്, മറ്റേ യൂണിവേഴ്സിറ്റിയിൽ 3 വർഷമേ ഉള്ളൂ. പക്ഷേ ആ മറ്റേ യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാമിന്റെ ക്രെഡിറ്റിന്റെ 80%, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാമിന്റെ ക്രെഡിറ്റിന്റെ 80% ഈ 3 വർഷം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് റെക്കഗ്നീഷൻ അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, അതായത് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ആ സെയിം പ്രോഗ്രാമിന്റെ 80% ക്രെഡിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രാമിൽ ഉണ്ട് എങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറയുന്ന കാര്യത്തിനകത്ത് നിങ്ങൾക്ക് റിലാക്സേഷൻ ലഭിക്കാവുന്നതാണ്. Then UG program should be complete. UG program എന്ന് പറയുന്ന 10+2+3 പാറ്റേണിൽ അല്ലെങ്കിൽ PG program 10+2+3+2 അല്ലെങ്കിൽ 10+2+5 പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതായിരുന്നു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഓർ ലോങ്ങർ ഡ്യൂറേഷൻ. പക്ഷേ ആ ക്ലോസ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതില്ല, ആ ഒരു ക്രെഡിറ്റിനകത്ത് വരുന്ന മാച്ച് വന്നാൽ മതി. ഇനി പ്ലസ് ടു കോഴ്സുകളുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പം നിങ്ങളുടെ ഒരു പ്ലസ് ടു പ്രോഗ്രാമിനാണ് റെക്കഗ്നീഷൻ വേണ്ടത് എങ്കിൽ പ്ലസ് ടു പ്രോഗ്രാം ഓഫ് ദ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ DHSC or VHSC of the state of Kerala or CBSE or ICSE recognized by the university or they are taken as the benchmark for recognizing plus two programs of the other institution. അതായത് ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ നിന്ന് ലഭിക്കുന്നതോ CBSEയിലെയോ ICSEയിലെയോ പ്ലസ് ടു പ്രോഗ്രാമുകളെ ആണ് ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ബോർഡിൽ നിന്നുള്ള പ്ലസ് ടു പ്രോഗ്രാമിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിനുള്ള ബേസിക് കണ്ടീഷൻ ആയിട്ട് അവർ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്. കാൻഡിഡേറ്റ് ഹു ഹാവ് ഡൺ പ്ലസ് ടു അണ്ടർ ബോർഡ്സ് അതർ ദാൻ മെൻഷൻഡ്, അതായത് ഈ പറയപ്പെടുന്ന ബോർഡുകളൊന്നും അല്ലെങ്കിൽ അതായത് VHSCയോ DHSCയോ CBSEയോ ICSEയോ അല്ല എങ്കിൽ ഷാൾ സബ്മിറ്റ് ആൻ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഓർ ദ VHSC ഓർ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഓർ CBSE ഓർ ICSE. അതായത് ഈ ബോർഡുകളിൽ നിന്നും അല്ല നേടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ DHSCയിൽ നിന്നോ VHSCയിൽ നിന്നോ CBSEയിൽ നിന്നോ ICSEയിൽ നിന്നോ നിങ്ങൾ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും.
The school level programs approved by All Association of Indian University are recognized for UG admission. അതായത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന സ്കൂൾ ലെവൽ പ്രോഗ്രാം ആണെങ്കിൽ അവർക്ക് എന്താ പറയുക ഇക്വലൻസി റെക്കഗ്നീഷൻ ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മോഡിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്തൊന്നും പെടാത്ത, ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് സർവകലാശാല നിലവിൽ അംഗീകാരം അല്ലെ തുല്യത നൽകിയിട്ടില്ലാത്ത പ്രോഗ്രാമുകൾക്ക് അംഗീകാരം അല്ലെ തുല്യത അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഒരു A4 ഷീറ്റിൽ നിങ്ങൾ എഴുതിയോ ടൈപ്പ് ചെയ്ത ഒരു അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയ്ക്കുള്ളിൽ പ്രോഗ്രാമിന്റെ പേര്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഏത് പ്രോഗ്രാമുമായിട്ടാണ് നിങ്ങൾക്ക് തുല്യത വേണ്ടത് എന്നീ കാര്യങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അപേക്ഷ കൊടുക്കേണ്ടത് രജിസ്ട്രാർ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, കാലിക്കറ്റ് സർവകലാശാല, പിൻകോഡ് എന്ന വിലാസത്തിലാണ്. അപേക്ഷ നേരിട്ടോ ഡയറക്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ പോസ്റ്റലായിട്ടോ. പോസ്റ്റലായിട്ട് അയക്കുന്നെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ സ്പീഡ് പോസ്റ്റോ അയക്കാം. അപേക്ഷയിൽ അപേക്ഷകന്റെ പിൻകോഡ് സഹിതമുള്ള പൂർണ്ണ വിലാസം, നിങ്ങളുടെ പേര്, വീട്ടുപേര്, പിൻകോഡ്, സ്ഥലം, സ്ഥലം, പിൻകോഡ് കൃത്യമായിട്ട്, അതുപോലെ നിങ്ങളുടെ ഇമെയിൽ ID കൃത്യമായിട്ട് എഴുതുക. മൊബൈൽ നമ്പർ നിർബന്ധമായി രേഖപ്പെടുത്തിയിരിക്കണം. എപ്പോഴും ഇമെയിൽ ID ഒക്കെ നിങ്ങൾക്ക് 2 ഇമെയിൽ ID ഉണ്ടെങ്കിൽ 2 മെയിൽ മെൻഷൻ ചെയ്യുന്നതാണ് നല്ലത്. അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന രേഖകൾ, എന്തൊക്കെ രേഖകൾ കൊടുക്കേണ്ടത്? ഒന്ന്, കൃത്യമായി പൂരിപ്പിച്ച പ്രപ്പോസൽ ഫോം സർവകലാശാലയുടെ വെബ്സൈറ്റിലൂടെ നമുക്ക് കൃത്യം ഡൗൺലോഡ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ജസ്റ്റ് നിങ്ങൾ ഡയറക്റ്റ് കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പ്രപ്പോസൽ ഫോം ലഭിക്കും. ഇക്വലൻസിയിലെ റെക്കഗ്നീഷനായി സമർപ്പിക്കുന്ന പ്രോഗ്രാമിന്റെ അപേക്ഷകൻ പഠിച്ച കാലഘട്ടത്തിലെ ഒന്ന് റെഗുലേഷൻ, ഫോർ എക്സാമ്പിൾ റെഗുലേഷനും സ്കീമും നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അത് സർവകലാശാല സ്ഥാപനത്തിന്റെ രജിസ്ട്രാർ അറ്റസ്റ്റ് ചെയ്തത് കൂടാതെ ഇതിന്റെ സോഫ്റ്റ് കോപ്പി, അതായത് സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത് നമ്മൾ സ്കാൻ ചെയ്ത് ഒരു 25 MB താഴെ വരുന്ന ഫയലിലാക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ CD ലഭ്യമാക്കാം. സിംഗിൾ PDF ഫയൽ. കാരണം 25 MB പറയേണ്ട കാരണം നിങ്ങൾക്ക് ഒരു സിംഗിൾ ടൈം മെയിൽ അയക്കാനായിട്ട് പറ്റുന്ന 25 MB ഫയലാണ്. അപ്പോൾ നിങ്ങൾക്കത് സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കംപ്രസ് ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. സോ റെഗുലേഷൻസ് നിങ്ങൾ ഹാർഡ് കോപ്പി ആയിട്ട് അറ്റസ്റ്റ് ചെയ്ത് രജിസ്ട്രാറിൽ നിന്ന് വാങ്ങണം. അതുപോലെ തന്നെ നിങ്ങൾ സോഫ്റ്റ് കോപ്പി സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. 10ാം ക്ലാസ് മുതലുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളെയും മാർക്ക് ലിസ്റ്റ് വേണം, സർട്ടിഫിക്കറ്റ് വേണം, മാർക്ക് ലിസ്റ്റ് വേണം, അവയുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി. ദെൻ TC അല്ലെങ്കിൽ CC, TC എന്ന് പറഞ്ഞ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, CC എന്ന് പറഞ്ഞ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിലാണ് കോഴ്സ് പഠിച്ചതെന്ന്, ഫോർ എക്സാമ്പിൾ റെഗുലർ ആണോ, ഡിസ്റ്റൻസ് ആണോ, ഓഫ് ക്യാമ്പസ് ആണോ, ഓപ്പൺ ആണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇത്. അപ്പൊ നിങ്ങളുടെ ഇതില്ല എങ്കിൽ നിങ്ങൾ ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്താൽ മതി. ദിസ് ഇസ് ടു സർട്ടിഫൈ ദാറ്റ് so and so person with a registered number studied under this particular university or college during this for this particular duration. എന്താണ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്ത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കാം. സോ അത് നിങ്ങൾ വാങ്ങിയാൽ മതി. നിങ്ങളുടെ TC or CC കോഴ്സ് കംപ്ലീഷനോ ഉണ്ടെങ്കിൽ അത് മതി. ഈ രേഖകളുടെ സോഫ്റ്റ് കോപ്പികൾ എന്ന് പറയുന്ന സ്കാൻഡ് കോപ്പികൾ, അതുപോലെ എന്താണ് റെഗുലേഷൻസ്, സിലബസ് സമർപ്പിക്കുന്ന CD ലഭ്യമാക്കണം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൊടുക്കുമല്ലോ സോഫ്റ്റ് കോപ്പി, നിങ്ങൾ മെയിലായിട്ട് അയക്കുന്നെങ്കിൽ മെയിൽ അയക്കുന്നതിനകത്ത് ഇതാണ് മെയിൽ ID eqmg@uoc.ac.in eqmg@uoc.ac.in. ഇതിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് CD കൊടുക്കാവുന്നതാണ്. മെയിൽ അയക്കുന്നെങ്കിൽ ആ മെയിലിനകത്ത് ഈ പറയപ്പെടുന്ന ഈ സർട്ടിഫിക്കറ്റിലെ മാർക്ക് ലിസ്റ്റുകളുടെ TCL CCL ബോണഫൈഡ് സർട്ടിഫിക്കറ്റിന്റെ സ്കാൻഡ് കോപ്പി, റെഗുലേഷൻ സിലബസും രജിസ്ട്രാറും കൊണ്ട് അറ്റസ്റ്റ് ചെയ്തതിന്റെ സ്കാൻഡ് കോപ്പി, ഇതെല്ലാം നിങ്ങൾ അയക്കേണ്ടതാണ്. പ്രപ്പോസൽ ഫീ എന്ന് പറയുന്നത് 650 രൂപ. 650 രൂപ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടച്ചതിന് ശേഷം അല്ലെങ്കിൽ ചെല്ലാൻ പേ ചെയ്തതിന് ശേഷം ആ റെസിപ്റ്റ് കൂടി നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഫാസ്റ്റ് ട്രാക്കിൽ പ്രപ്പോസൽ സമർപ്പിക്കുന്നവർക്ക് അപേക്ഷ സമർപ്പിക്കുന്ന കാരണം രേഖ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്കിൽ വേണം, എന്താണ് അതിന്റെ നീഡ് എന്നുള്ളത്. അതിന്റെ ഫാസ്റ്റ് ട്രാക്ക് പ്രപ്പോസൽ ഫീ ആയിട്ട് 3200 രൂപ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. സോ നിങ്ങൾ സമർപ്പിച്ച രേഖകൾ അക്കാദമിക് ബ്രാഞ്ച് വഴി പഠന സമിതികൾക്ക് നൽകുന്നതാണ്. ഇക്വലൻസി അല്ലെ റെക്കഗ്നീഷൻ അനുവദിക്കുന്ന അല്ലെ നിരസിക്കുന്ന മുറയ്ക്ക് അപേക്ഷകന്റെ മെയിൽ അല്ലെ മെമ്മോടെ അറിയിക്കുന്നതാണ്. തുല്യത അംഗീകാരം ലഭിക്കുന്നവർക്ക് അതിനുവേണ്ടി ഫീസ് അടച്ച് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് റെക്കഗ്നീഷൻ ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് നടത്തി നിങ്ങളുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ പേയ്മെന്റ് ഇൻസ്റ്റന്റ് വെബ് പേയ്മെന്റ് സിസ്റ്റം മുഖേന പ്രപ്പോസൽ ഫീസ് അടയ്ക്കണം. ഫീ ഫോർ അവിടെ നമ്മൾ കൊടുക്കേണ്ട ക്ലോസ് എന്ന് പറയുന്നത് ഫീ ഫോർ ദ കൺസിഡറേഷൻ ഓഫ് the proposal for recognition or equivalency of a program of other university or institution
എന്താ പർപ്പസ് സെലക്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആ ഫീസ് പേയ്മെന്റിൽ പോയി ഇതാണ് പർപ്പസ് സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്ത് നിശ്ചിത തുക എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് നിങ്ങളുടെ ഇതിന്റെ ഹാർഡ് കോപ്പി ആയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അടുത്താണെങ്കിൽ നേരിട്ട് കൊണ്ടിട്ട് കൊടുക്കുക. സോ ബേസിക്കലി നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ മൊത്തം കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ പിന്നെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ അഭിപ്രായം കമന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെന്ന് മനസ്സിലാവും. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.